ഒഫീഷ്യലി വിന്റർ സ്റ്റാർട്ടായിട്ടുണ്ട്. കൂർഗ് പോയിട്ടാകുമ്പോൾ ഒരു വൈന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടു. ഇതൊരു ഫ്രണ്ടിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്രില്ല ചാർക്കോള വാങ്ങിയിട്ട് വരാം. വൈറ്റ് ലൈറ്റിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് സംസാരം. ഒരു പീസ് ബനാനാവും ഒരു പീസ് ബ്ലൂബെറിയും. നോർമലി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ റൗണ്ടിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ. ഞാനിപ്പോൾ സമയം എത്രയെന്ന് വെച്ചെങ്കിൽ ഒരു 6:30-7 മണി ആ ഒരു ടൈമാണ്. ഞാൻ നല്ലൊരു ഹോട്ട് വാട്ടർ ഷവറൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി സെറ്റപ്പായി നിന്നിട്ടാണുള്ളത്. സംഭവം എന്താ പറഞ്ഞാൽ ഇപ്പോൾ UAE ഒഫീഷ്യലി വിൻ്റർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ സമ്മറിലും വിൻ്ററിലും വിൻ്റർ തന്നെയാണ്. അതിന് റീസൺ എന്തെന്ന് വെച്ചാൽ വിൻ്ററിലാണെങ്കിൽ പുറത്തത്തെ തണുപ്പും ബാക്കിയുള്ള ടൈമെല്ലാം ആകുമ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ കോറിഡോറിലുള്ള സെൻട്രലൈസ്ഡ് ഏസിൻ്റെ തണുപ്പും എപ്പോൾ ആണെങ്കിലും 20 ഡിഗ്രിയിലായിരിക്കും ഇട്ട് വെച്ചിട്ടുണ്ടാകുന്നത്. സോ കിച്ചണിൻ്റെ സൈഡ് പോകാൻ പറ്റില്ല. ഡോറിൻ്റെ സൈഡ് പോകുമ്പോൾ അല്ലെങ്കിൽ ഡോർ തുറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയിൽ പോയ പോലെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈമും ആ ഒരു തണുപ്പ്, അതേ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. പിന്നെ സ്കിന്നെല്ലാം ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആകുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള സിറ്റുവേഷനാണ്. സോ എൻ്റെ വിൻ്റർ ക്ലോത്ത്സ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. പ്ലസ് ഇത് ഈ ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ സമ്മറിൽ വിൻ്ററിൽ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ച ഡ്രസ്സിന് ഞാൻ തന്നെ തുന്നിക്കൊണ്ട് COCയിൽ ഫാഷൻ ഡിസൈനിങ്ങിന് പോയത് വെറുതെ ആയിട്ടില്ലാന്ന് തെളിയിച്ചുകൊണ്ട് ചെയ്തു വെച്ച കുറച്ച് എംബ്രോയ്ഡറീസ് ആണ്. ഇനി എൻ്റെ ടീച്ചർമാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയും, നീ വന്നത് വെറുതെ തന്നെയാണ്, ഇങ്ങനത്തെ ഒരു എംബ്രോയ്ഡറി ഞങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല എന്ന് പറയും. സോ എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഡേ ലൈറ്റിൽ വീഡിയോ ഇടണമെന്ന്. കാരണം എൻ്റെ റൂമിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് വാം ലൈറ്റാണ്. എല്ലാ ലൈറ്റ്സും വാം ആ ഒരു തീമിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ നല്ലൊരു ക്ലാരിറ്റി, ആ ഒരു വൈറ്റ് ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. കുറച്ച് കറുത്തിട്ടാണ് എൻ്റെ ഫേസ് കാണുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഡേ ലൈറ്റിൽ വീഡിയോ ഇടണം, അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലോ ആയിട്ടുള്ള ഫീല് കാണുമല്ലോ എന്ന്. പക്ഷെ എപ്പോഴും എങ്ങനെ ട്രൈ ആക്കിയാലും ഞാൻ കുളിച്ചു ഒരുങ്ങി എല്ലാം പണിയൊക്കെ തീർത്ത് ഒരു വീഡിയോ എടുക്കുന്ന മൂഡിലെത്തുമ്പോഴേക്കും എപ്പോഴും ഈ ഒരു ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ തൊട്ട് ഡയറ്റ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു 1 മന്ത് ചാലഞ്ചാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി ഇത് പറയുന്നത് വെച്ചെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്, എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം എന്തായാലും എൻ്റെ വെയിറ്റ് കുറച്ചിട്ട് എൻ്റെ മുമ്പത്തെ ഫോട്ടോ ആണ് ഈ കാണുന്നതെല്ലാം, ഈ താഴെ ഞാൻ എടുക്കുന്നതെല്ലാം. അപ്പോൾ ഈ ഫോട്ടോസിലുള്ള പോലെ ആണെന്നാണ് എൻ്റെ ആഗ്രഹം. അത്യാഗ്രഹമായിരിക്കാം, പക്ഷെ മുമ്പ് ഇതന്നെ ഞാനിങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഉണ്ടായത്. പിന്നെ എനിക്ക് ഇത് വിചാരിച്ചാൽ പരിശ്രമിച്ചാൽ പറ്റുന്നതേ ഉണ്ടോ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ എന്തായെങ്കിലും അതിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ നിങ്ങളോടും കൂടി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് എന്തായാലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 4-5 ആൾക്കാർ കൂടി അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഫീലും. അപ്പം ഇന്ന് ഞാൻ ഡയറ്റ് പ്രകാരം തന്നെയാണ് എല്ലാം. രാവിലെ ഗ്രീൻ ടീ കുടിച്ചു, ഉച്ചയ്ക്ക് കുറച്ച് 100 ഗ്രാം റൈസ്, പിന്നെ ഫിഷ്, കുറച്ച് പച്ചക്കറി, ഇങ്ങനെയുള്ളത് തന്നെയാണ് കഴിച്ചത്. ഇനിയിപ്പം ഞാൻ ഇന്നലെ ബനാന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗ്രോസറിക്ക് പോയിട്ടാകുമ്പോൾ. സോ നമ്മൾ ഈ ബനാന ഉണ്ടാക്കലുണ്ട്, കാസർഗോഡ് കായ് വാട്ടിയതെന്ന് പറയും. അതായത് ബനാന, വലിയ ബനാന മുറിച്ച് റൗണ്ടിൽ സ്ലൈസ് ആക്കിയിട്ടായിട്ട് നെയ്യിലിട്ടിട്ടായിട്ട് വഴറ്റിയെടുക്കും. നെയ്യിലിട്ട് 2 സൈഡും. അപ്പോൾ ഈ സംഭവം എയർ ഫ്രയറിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്. സോ നമുക്കതൊന്ന് ട്രൈ ആക്കി നോക്കാം. എങ്ങനെയാവും, കുളമാവോ ഇല്ലേന്നൊന്നും അറിയില്ല. എല്ലാ ആൾക്കാരും നോർമലി കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്, അതായത് ഫസ്റ്റ് ഓൾറെഡി പരീക്ഷിച്ച് നോക്കിയിട്ട് അത് സക്സസ് ആയി കഴിഞ്ഞെങ്കിലാണ് രണ്ടാമത് പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതെന്ന്. പക്ഷെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇപ്പോൾ ട്രൈ ആക്കി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. സോ ഗായ്സ്, ടു സ്റ്റാർട്ട് വിത്ത് നമ്മൾ എന്തായാലും സാഹസത്തിന് മുതിർന്നതുകൊണ്ട് തന്നെ ഒരു ബനാന മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നോർമലി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ റൗണ്ടിലാണല്ലോ മുറിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ മറിച്ചിടാനുള്ള ഒരു ഇതല്ലേ എന്ന് വെച്ചിട്ട് കുറച്ച് ടാസ്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള സ്ലൈസിലാണ് മുറിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇതിലേക്ക് എയർ ഫ്രയറിൻ്റെ പാനിലേക്ക് സെറ്റാക്കി വെക്കാം. ഞാൻ ഇതിനിട്ട പേര് ഗീ ബനാന എന്നായതുകൊണ്ട് തന്നെ ഗീ ആദ്യം നമുക്കൊന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഈ എയർ ഫ്രയറിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു പ്ലേറ്റ് ആക്ച്വലി വേറെ കിട്ടുമോയെന്ന് അറിയില്ല. കാരണം ഞാനൊരു പ്രാവശ്യം മറ്റേ ബേക്കിംഗ് സോഡാവും ലെമണും വിനെഗറെല്ലാം ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അത് നോക്കുമ്പോൾ അതിൻ്റെ ഇതെല്ലാം ഇളകിയിട്ട് പോയിന് പെയിൻ്റെല്ലാം. പിന്നെ അതിൻ്റെ കോട്ടിങ് അതിൻ്റെ അകത്ത് പോകും, അല്ല വയറിൻ്റെ അകത്ത് പോകുന്നുള്ള ടെൻഷൻ ആവാൻ ഞാൻ ഓരോ ടൈം ക്ലീൻ ചെയ്യുന്ന സമയത്തും ആ എക്സ്ട്രാ എന്തെങ്കിലും വന്നെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കലുണ്ട്. സോ അതുകൊണ്ട്
അതിൻ്റെ ഇളകാനുള്ള കോട്ടിംഗ് എല്ലാം ഓൾറെഡി ഇളകിയിട്ടായി. സോ ആ കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളെ സ്ലൈസസ് എല്ലാം മില്ലി ഇങ്ങനെ നല്ല മത്തി ഉണക്കാനിട്ട പോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് 140 മതി. 140 ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട്. കരിഞ്ഞു പോവോ പൊരുവോ ഒന്നും അറിയില്ല. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ കേട്ടോ, എന്താ വെച്ചെങ്കിൽ വിൻ്റർ തണുപ്പ് എന്നെല്ലാം പറഞ്ഞില്ലേ, അപ്പോൾ ഭയങ്കര ആക്കണ്ടെന്ന് തോന്നാതെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് വെച്ചെങ്കിൽ സൈനസൈറ്റിസിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതായത് കൂടുതൽ തണുപ്പ്, പിന്നെ ഡസ്റ്റ് അലർജി, അങ്ങനത്തെ എല്ലാം ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം നമുക്ക് ഈ തണുപ്പ് വരുന്ന സമയത്ത് ചൂടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. സമ്മറിലായിരിക്കും നമുക്ക് കുറച്ചുകൂടി കംഫർട്ടാകുന്നത്. വിൻ്റർ ടൈമിൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയല്, നമുക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിരിക്കും. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും വിൻ്റർ നമുക്ക് ആസ്വദിക്കാനും എൻജോയ് ആക്കാനും പുറത്തെല്ലാം ഇറങ്ങി നടക്കുമ്പോഴാണെങ്കിലും. ലാസ്റ്റ് ഇയർ ഞങ്ങൾ ജോർജിയക്ക് പോയ സമയത്ത് താങ്ക് ഗോഡ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അൽഹംദുലില്ലാ ആ ഒരു 1 വീക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ഒരു സൈനസൈറ്റിസിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്ത് കൈൻഡ് ഓഫ് ഇഷ്യൂസൊന്നും, കോൾഡാവുന്ന ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിൻ്റർ എനിക്ക് പ്രോബ്ലമാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞത്. അല്ലാതെ വേറെ ഭയങ്കരത്തിൽ ഇങ്ങനെ ഓവറാക്കി ചളവാക്കിയതൊന്നുമല്ല. സോ അതൊന്ന് പറഞ്ഞ് ക്ലിയർ ആക്കിയതേ ഉണ്ടോ. നമുക്കിതൊന്ന് എടുത്തിട്ടായിട്ട് കുറച്ചൊരു ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലത്തെ സൈഡ്. മതി, ഇത്ര ഗീ മതി. നമ്മൾ കൂടുതൽ ഗീ യൂസ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ബനാന കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ആഡ് എടുക്കാൻ പോയിട്ടുണ്ടായിന് ഇൻസ്റ്റായിൽ ടിക്ടോക്കിൽ ഇടാൻ. എൻ്റെ പെർഫ്യൂം ബ്രാൻഡാണത്, സിയോർജിൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സിയോർജിൻസിൻ്റെ ലേഡീസ് പെർഫ്യൂമാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആഡ് ഇട്ട ആ സംഭവം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്ന കണക്ക് പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹമുള്ള ആളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ കുക്കിംഗ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ശരിയായിട്ടുണ്ടാവും ഇല്ലേ? കാണിച്ചു തരാം. സോ നമ്മളെ ഡിഷയുടെ ഒഫീഷ്യലി ഫ്ലോപ്പായ വിവരം എല്ലാവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നല്ല മണമെല്ലാം ഉണ്ട്, പക്ഷെ വിചാരിച്ച പോലെ ആയിട്ടില്ല. ടേസ്റ്റ് അടിപൊളിയുണ്ട്. കളത്തരം പറയുന്നതല്ല, വേറെ തന്നെ ഒരു സംഭവം പോലെ. കായവട്ടയത് ഇങ്ങനെയല്ല, നല്ലൊരു ജ്യൂസി. പിന്നെ ഞാനും കൂടുതൽ ഇതിലേക്ക് പ്രൊഡക്റ്റ് ഇടായിട്ടാണ്, കൂടുതൽ നെയ്യ് പിന്നെ കൂടുതൽ ഗീ എല്ലാം ഇട്ടിട്ട് ഷുഗറെല്ലാം വേറി കഴിഞ്ഞെങ്കിൽ ആ ചൂടോടെ ആ ഷുഗറെല്ലാം അലിഞ്ഞിട്ട് ഒരു കൺസിസ്റ്റൻസി വരില്ല. ഞാനിപ്പോൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവമായിട്ട് മാറിയത്. എയർ ഫ്രയറിലും നല്ല ഇങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോയിലും നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ലേ, അതുപോലെ ഉണ്ട്. ബട്ട് ടേസ്റ്റിയാണ്. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഗൈസ്, സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി എന്നിട്ട് പറയുന്നല്ല, ടേസ്റ്റ് ഉണ്ട് നല്ല. പിന്നെ എയർ ഫ്രയർ, വീട്ടിൽ എയർ ഫ്രയർ ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാൻ പറ്റുന്ന ഡിഷ് തന്നെയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിനും. എപ്പോഴും നമ്മൾ നിങ്ങളെ ബനാന ഇങ്ങനെയല്ല തോന്നലല്ല, ഒരു വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ കഴിച്ചു നോക്കാം. ഒരു പീസ് ബനാനാവും ഒരു പീസ് ബ്ലൂബെറിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ രണ്ട് മിക്സ് കോമ്പിനേഷൻ നല്ല ഉണ്ടോ ഗൈസ്. ഇത് ഞാൻ തന്നെ ചെയ്ത DIY ബോട്ടിലാണ്. ലാസ്റ്റ് ടൈം കൊടകിൽ പോയിട്ടാകുമ്പോൾ, കൂർഗ് പോയിട്ടാകുമ്പോൾ ഒരു വൈന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നോക്കുമ്പോൾ വായിൽ വെക്കാൻ പറ്റിയില്ല എന്ന് മനസ്സിലായി. കാരണം അത് നോൺ ആൽക്കഹോളിക് അല്ല. അതുകൊണ്ട് അതെല്ലാം മറിച്ച് കഴിഞ്ഞ് ബോട്ടിൽ മാത്രം എടുത്ത്, അങ്ങനെ ആ ബോട്ടിലിന് ഞാൻ കുറച്ച് മിന്നിയും കല്ലും മുത്തെല്ലാം ഒട്ടിച്ചിട്ടായിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ്. ബാക്കി എന്നിട്ടായിട്ട് ഈ സംഭവത്തിലേക്ക് ഞാൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റിനെ കൂടിയിലേക്ക് ഇട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. ലൈറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള മിന്നിയും കൂടി ഇങ്ങനെ കത്തും. ബാക്കിയുള്ള ലൈറ്റ്സ് കൂടി ഇങ്ങനെ കത്തുന്നുണ്ടാവും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
ഗൈസ് ഇപ്പോൾ ഇതോട് കൂടിയിട്ട് ഞാൻ വളരെ രഹസ്യമായി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായ എനിക്ക് ഭ്രാന്ത് എന്നുള്ള സത്യം നിങ്ങൾ കൂടി മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. ഇതൊക്കെ വീഡിയോ മ്യൂട്ടാക്കുന്നതാണ് ബെറ്റർ, കാരണം എനിക്ക് ആരോടോ തള്ളി മറിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ നൈറ്റത്തെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഗ്രില്ല ചാർക്കോളോ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതിനിടയിൽ ഗ്യാരേജിൽ നിന്ന് ഒരു വണ്ടി കൂടി എടുക്കാനുണ്ട്. അപ്പം അതിനു കൂടി വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത്. ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഈ അങ്കിൾ വണ്ണ പോലെ വലിയ കോട്ടെല്ലാം ഞാൻ ഇറങ്ങുന്നത്. ഈ കോട്ടിനൊരു കഥയുണ്ട്. ഞാനിത് വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പേ വാങ്ങി വെച്ച കോട്ടാണ്. പക്ഷേ എനിക്ക് എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഇടും ഊരി വെക്കും. കാരണം ആരും വിൻ്റർ ക്ലോത്ത്സ് ഒന്നും ഇടാൻ സ്റ്റാർട്ടായിട്ടില്ലല്ലോ പറഞ്ഞിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ. ഞാൻ ആക്ച്വലി നൈറ്റത്തെ ഫുഡ് ഗ്രില്ലാക്കാമെന്ന് വിചാരിച്ചിട്ടായിട്ട് ഗ്രില്ല് വാങ്ങാനാണ് പോയത്. പോയ റൂട്ട് ഡൈവേർട്ട് ആയിട്ടായിട്ട് ഗ്യാരേജിലെത്തി. പിന്നെ അവിടെ ഒരു വണ്ടി എടുക്കാനും ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം എടുത്തിട്ടായിട്ട് അപ്പം ഇതിൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ടുണ്ടായിന് ആ കാർ പിക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എനിക്ക് ആളെ കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ പോകുമ്പോൾ പിന്നെ എനിക്ക് മടിയായി പിന്നെയും ചുറ്റി കൊടുക്കാൻ. അങ്ങനെ ഞാനിപ്പം വെറും കൈയോട് മടങ്ങി വന്നു. ശരിക്കും പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഫുഡ് കിട്ടിയിട്ടാ, ഫുഡ് ഇനി എത്തി വന്നിട്ടാണ് എടുക്കണം. സോ ഗൈസ്, ഞാൻ വന്നപാടെ ഡ്രസ് ചേഞ്ച് ആക്കി മുമ്പ് പോകുമ്പോൾ ഇട്ടിട്ടുണ്ട് അതേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഗുഡ് ആൻഡ് ബാഡ് ക്വാളിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ബഞ്ച് ഓഫ് മൈ ഗുഡ് ക്വാളിറ്റീസിൽ ഒന്നാണ് പോയി വന്നു കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഫ്രഷായി ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്യാൻ പുറത്ത് പോയി വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫേസും കൂടി വാഷാക്കലുണ്ട് നോർമലി. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്ന് കുറച്ച് ടച്ചപ്പും കാര്യമെല്ലാം അടഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫേസ് വാഷ് ആക്കാത്തത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് സംസാരം, പിന്നെ കാസർഗോഡ് ലാംഗ്വേജ് ഇങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതിന് ഞാൻ ആൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തിങ്കാക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ നോർമലി ഭയങ്കര ഇങ്ങനെ കാസർഗോഡ് സ്ലാങ് ഫോളോ ആക്കുന്ന ഒരാളല്ല. അതായത് കാസർഗോഡ് സ്ലാങ് മീൻസ് കാസർഗോഡ് എന്ന് പറയുമ്പോൾ മറ്റ് ജില്ലക്കാർക്ക് ഭയങ്കരത്തിൽ ഈ കോമഡി സ്റ്റാർസില്ല അല്ലെ ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക്കില്ല അതിലേലോ 2-3 ആൾക്കാർ വന്നിട്ട് ഭയങ്കര പൊലിപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം അതാണ് കാസർഗോഡ് സ്ലാങ്, അതാണ് എക്സാക്റ്റ് എന്നാണ് ഫീൽ ആകുന്നത്. പക്ഷെ കാസർഗോഡ് ജില്ലയിൽ സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അതായത് പല കൈൻഡ് ഓഫ് ഭാഷയുണ്ട്, അതിൽ തന്നെ പല കൈൻഡ് ഓഫ് സ്ലാങ് ഉണ്ട്. അപ്പം ഞാൻ ഉദുമ പാലക്കുന്ന് ആ ഒരു റീജിയണിലാണ്. അപ്പം അത് മാത്രമല്ല, ഞാൻ പഠിച്ചത് കണ്ണൂരാണ്, പിന്നെ മാംഗ്ലൂർ പഠിച്ചിട്ടുണ്ട്, പിന്നെ അവിടെ പഠിച്ചിരുന്നത് പിന്നെ അടിയും പഠിച്ചിട്ടില്ല അതല്ല. അപ്പം ഈ പ്ലേസസിലെല്ലാം ഉണ്ട് എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചുള്ള സഹവാസവും. പിന്നെ അത് മാത്രമല്ല, എനിക്കറിയില്ല ശരിക്കും പറഞ്ഞെങ്കിൽ ഏത് പോയിന്റിലാണ് എൻ്റെ ലാംഗ്വേജ് മാറിയതെന്ന്. അതായത് എൻ്റെത് പ്രോപ്പറായിട്ടുള്ള അങ്ങനെ ഒരു കാസർഗോഡ് ഭാഷയല്ല. പോരാത്തതിന് ഞങ്ങളെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെന്ന് വെച്ചെങ്കിൽ കുറച്ചുകൂടി ഈ പ്രോപ്പർ കാസർഗോഡ് എന്ന് പറയുന്ന ആ ഒരു സ്ലാങ് അല്ല. പ്ലസ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എൻ്റെ 2 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നതല്ല, അതായത് ഹിന്ദുസാണ്. അപ്പം അവരുടേത് നമ്മൾ മുസ്ലിംസിനെക്കാട്ടിലും അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ സ്ലാങ് ആയിരിക്കും. അപ്പോൾ അവരോടുള്ള കണക്ഷനും ഇതൊക്കെ കോണ്ടാക്റ്റിംഗ് ഒക്കെ വെച്ചിട്ട് എൻ്റെ ഭാഷ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് മിക്സ് ഓഫ് ലാംഗ്വേജ്, മിക്സ് ഓഫ് ആക്സെൻ്റ് ആണ്. അതായത് 2 കൈൻഡ് ഓഫ് ഇടയ്ക്ക് കാസർഗോഡ് ഓരോരോ വേർഡ്സ് എല്ലാം ഇപ്പോൾ കാസർഗോഡ് കയറി വരും, ഓരോന്നിതും. അപ്പോൾ അതായത് ഞാൻ വേണമെന്ന് വെച്ചിട്ട് ആർട്ടിഫിഷ്യലി സ്ലാങ് ഇതാക്കുന്നില്ല. അങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമുക്കൊരു എക്സ്റ്റെൻഡ് വരെ മാത്രമേ അത് പറ്റുള്ളൂ. അല്ലാതെ ഫുൾ വ്ളോഗിൽ ഇതിലൊന്നും ഞാൻ ഷോർട്സിൽ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ആ ഷോർട്സ് പറഞ്ഞ ഒരു 1 മിനിറ്റുള്ള സംഗതിയാണ്. കുറച്ചൊരു നല്ല ഒരു എന്താ പറയുക ആസ്വാദന ഭംഗിയോട് വേണം അത് കൈകാര്യം ചെയ്യാൻ. അതിന് ഞാൻ കുറച്ച് ആ ഒരു രീതിയിൽ ഒരു കാവ്യാത്മഭാവനയിൽ കവിതൻ്റെ എല്ലാം കാവ്യാത്മകമായിട്ടുള്ള ആ ഒരു രീതിയിലാണ് സംസാരിക്കൽ. അതിൽ പ്രാസമൊക്കെ ഒപ്പിച്ചിട്ട് ആ രീതിയിലാണ് സംസാരിക്കൽ. വ്ളോഗിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയെല്ലാം കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ കുറേയൊന്നും നമുക്ക് ഫേക്കാക്കിയിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് വന്നുകൊണ്ട് മാത്രം ഇനി കാണുന്ന ആൾക്കാർക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്തു എന്നേ ഉണ്ട്. ഇനിയിപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്.
ഇനി വന്നിട്ടാകുമ്പം ഇപ്പോൾ ഗ്രില്ല ചാർക്കോളോ വാങ്ങിയിട്ട് വരാം. കാരണം ചിക്കൻ തിന്നുന്നതിന് പ്രോബ്ലം ഇല്ല. 2 days ആയി ഇപ്പോൾ ഞങ്ങൾ ചിക്കൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡയറ്റിൽ ചിക്കൻ ഇൻക്ലൂഡ് ആക്കണം, പ്രോട്ടീൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നൈറ്റ് ഇപ്പോൾ ചിക്കൻ കഴിക്കുക, ഒരു 100 grams ഓഫ് ചിക്കൻ കഴിക്കുന്നതിന് പ്രോബ്ലം ഇല്ല. സോ ഗ്രിൽ അല്ലെങ്കിൽ ചാർക്കോൾ ഇത് രണ്ടും വിത്തൗട്ട് മയണീസ്, വിത്തൗട്ട് മറ്റേ അതിൽ കിട്ടുന്ന വൈറ്റ് ബ്രെഡ് ഒന്നും ഇല്ലാതെ കഴിക്കുന്നതിന് പ്രോബ്ലം ഇല്ല. സോ അതുകൊണ്ട് അത് കഴിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ആക്കുന്നത്. അത് കഴിച്ച് പിന്നെ ഒരു മൂവി ആയിട്ട് നോക്കിയിട്ട് വേഗം കിടന്നു ഉറങ്ങണം. കാരണം ഇനി മുതൽ മോർണിംഗ് എണിക്കണം എന്നുള്ളതാണ് ഇൻഷാല്ലാ പ്ലാൻ ആക്കിയിട്ടുള്ളത്. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കണം. അതായത് ഇപ്പോൾ ഇയാൾ ആണോ പെണ്ണെന്നറിയില്ല, ഇല്ല പേരൊന്നും ഇല്ലാത്ത അക്കൗണ്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അറിയിക്കണം. കാരണം എനിക്കെന്ന് വെച്ചാൽ വ്ളോഗിങ് ഭയങ്കര ഇഷ്ടമാണ്, ഒരു യൂട്യൂബർ ആണെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അത് എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ എത്രയോ മലയാളി വ്ളോഗേഴ്സ് ആയെങ്കിലും എല്ലാ ലാംഗ്വേജിലും വ്ളോഗേഴ്സ് ഉണ്ട്. അവരെല്ലാം സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ എന്നെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇപ്പം എൻ്റെ വീഡിയോസിൽ വ്യൂസ് ഉണ്ട്, പക്ഷെ ലൈക്ക് തീരെ കുറവാണ്. കാരണം വ്യൂ ചെയ്യുന്ന ആൾക്കാർ തന്നെ ലൈക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സോ വ്യൂ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോനെ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആക്കണം. ചിൽ ദെൻ ബൈ ബൈ.